നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളും ഒരു ലക്ഷറി ഹോട്ടൽ റൂംസ് പോലെയാണ് അല്ലേ? ഏതെങ്കിലും ബെഡ്റൂമിൻ്റെ ഫോട്ടോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുവാണെങ്കിൽ ലൈറ്റ് ബെഡ്ഷീറ്റ്സ്, ഒരു 4-5 കുഷ്യൻസ്, 2 ത്രോ പില്ലോസ്, ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡെക്കറേറ്റീവ് ബ്ലാങ്കറ്റ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും അങ്ങനത്തെ ഒരു റൂമിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ സത്യസന്ധമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ അത്രയും തലയണകളൊക്കെ യൂസ് ചെയ്യുമോ? ആ കുഷ്യൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യുമോ? ഒരിക്കലുമില്ല. ആ റൂംസൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നവയാണ്. പക്ഷെ അത്തരം പോസ്റ്റുകളായാലും വീഡിയോസുകളായാലും ഒക്കെ നമ്മൾ അതിൻ്റെ ടൈറ്റിലും ഹാഷ്ടാഗിലൊക്കെ കാണുന്ന ഒരു വേർഡാണ് മിനിമലിസം. പക്ഷേ മിനിമലിസം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന സാധനമല്ല. ആക്ച്വലി പല ഇൻഫ്ലുവൻസേഴ്സും മിനിമലിസം കംപ്ലീറ്റ്ലി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അതിനെ വേറൊരു കൺസ്യൂമർ ട്രെൻഡാക്കി അവർ മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് റിയൽ മിനിമലിസം, ഇൻഫ്ലുവൻസേഴ്സ് എങ്ങനെയാണ് നമ്മളെ മണ്ടന്മാരാക്കുന്നത്, എന്തുകൊണ്ട് ഇപ്പോൾ എല്ലാ വീടുകളും ഹോട്ടൽ പോലെയായി, അവസാനമായിട്ട് എങ്ങനെ നമ്മൾക്ക് ട്രൂ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ലൈഫിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ മിനിമലിസം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ആദ്യം എന്താണ് മിനിമലിസം എന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോയിൽ ഹോം ഡെക്കറായിട്ട് ബന്ധപ്പെട്ട മിനിമലിസമാണ് നമ്മൾ സംസാരിക്കുന്നത്. മിനിമലിസം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഏരിയയിലും വരും. പക്ഷേ ഹോം ഡെക്കർ എന്ന കാറ്റഗറി വരുമ്പോൾ ഒരു സാധനവും ഇല്ലാത്തൊരു വീടാണോ മിനിമലിസ്റ്റിക് ഹോം? അങ്ങനെയല്ല. നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുള്ള ഒരു വീടാണ് മിനിമലിസ്റ്റിക് ഹോം. അതായത് നമ്മൾക്ക് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും വാങ്ങുക, റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി പല സാധനങ്ങളും അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങി ഫിറ്റ് ചെയ്ത് വീട് അലങ്കോലമാക്കുക. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന പല സാധനങ്ങളും നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി വാങ്ങി വെക്കുന്നത്, ഇതൊന്നും അല്ല മിനിമലിസം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് എൻ്റെ വീട്ടിൽ ഒരുപാട് ഈ കുപ്പി പ്ലേറ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മമ്മ അതൊന്നും ഞങ്ങളെ തൊടാൻ വിടില്ല. എനിക്കൊന്നും നിങ്ങളെല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ടാവും. വീട്ടിലെ മുതിർന്നവർ അത് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല മനോഹരമായ പാത്രങ്ങൾ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടാവും. ഈ ഗസ്റ്റ് വരുമ്പോൾ ഇത് എടുക്കും. എന്നാലും ഗസ്റ്റ് യൂസ് ചെയ്യാത്ത പാത്രങ്ങളുണ്ടാവും, കുറേ സെറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കപ്പ് ആൻഡ് സോസറിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അതിലൊക്കെ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിൽ ഒരുപാട് പാത്രങ്ങൾ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് അമ്മമ്മയൊക്കെ മരണപ്പെട്ടതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് അതൊക്കെ കളയേണ്ടി വന്നു. അതൊന്നും ആരും യൂസ് ചെയ്തിട്ട് പോലുമില്ല. വെറുതെ ഷോക്കേസിൽ ഉണ്ടായിരുന്ന പാത്രങ്ങൾ കാലം കഴിഞ്ഞപ്പോൾ അത് മോശമായി, അത് പഴകി, പഴയ ഡിസൈനൊക്കെ ആയി, അത് എടുത്ത് കളയേണ്ടി വന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതുപോലെ ആരും യൂസ് ചെയ്യാത്ത സാധനങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൽ നമുക്കൊരു ക്ലാരിറ്റിയും ഇല്ല. നമുക്കത് വേണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. ഇപ്പോഴും നമ്മുടെ വീട്ടിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ ബെഡ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ബെഡ്ഷീറ്റ്സ്, അടുക്കളയിൽ പോകുകയാണെങ്കിൽ ഒരുപാട് കോഫി മഗ്സ്, ഒരുപാട് പ്ലേറ്റ്സ്, അതുപോലെ സോഫയിലൊക്കെ ഒരുപാട് കുഷ്യൻസ്, അല്ലെങ്കിൽ കുറേ ലൈറ്റ്സ്. ഇപ്പോഴത്തെ വീടുകളിൽ നമുക്ക് കാണാം ഒരുപാട് ലൈറ്റ്സ്. എന്തിനാണ് ശരിക്കും ഇത്രയും സാധനങ്ങൾ? പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, കൂടുതൽ സാധനങ്ങൾ നമ്മളെ വീട്ടിലേക്ക് കൂടും തോറും നമ്മുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ക്ലട്ടേർഡാവും. നമുക്ക് സമാധാനമല്ല കിട്ടുക. മിനിമലിസം എന്ന് പറയുന്നത് ഏസ്തെറ്റിക്സ് അല്ല. മിനിമലിസം എന്ന് പറയുന്നത് ഇൻറ്റൻഷണൽ ലിവിങ് ആണ്. കുറവ് സാധനങ്ങൾ വരുമ്പോഴാണ് മനസ്സിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. ഇനി നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി സംസാരിക്കാം. ഇന്ന് സോഷ്യൽ മീഡിയ വന്നപ്പോൾ മിനിമലിസത്തിന് പുതിയൊരു വേർഷൻ വന്നു. എന്താണ്? നമുക്ക് ഈ മിനിമലിസ്റ്റിക് ഹോം എന്നൊക്കെ കാണുമ്പോൾ എന്താണ് കാണുക? ഒരു ബേജ് വാൾസ് അല്ലേ, നല്ല ബേജ് കളറുള്ള വാൾസ്, അല്ലെങ്കിൽ ന്യൂട്രൽ കളേഴ്സ്, കുറേ വുഡൻ ട്രേസ്, ചെടികൾ, അതിൻ്റെ പോട്ട്സ്, പിന്നെ കുറേ നല്ല വാൾപേപ്പേഴ്സ്, അതിൽ വാൾ പെയിൻറ്റിങ്സ്, അതുപോലെ ഫുള്ളി അറേഞ്ച്ഡ് ചെയ്തിട്ടുള്ള കുറേ കുഷ്യൻസ്. ഇതൊക്കെയാണ് മിനിമലിസ്റ്റിക് ഹോം എന്ന് പറയുമ്പോൾ പിക്ചേഴ്സ് വരുന്നത്. പക്ഷേ റിയാലിറ്റി എന്താണ്? ഇത് മിനിമലിസം അല്ല. ഇതിനെ പറയും ഏസ്തെറ്റിക് കൺസ്യൂമറിസം. ഇത് ശരിക്കും കൺസ്യൂമറിസം അല്ലേ? സ്റ്റിൽ ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ പിന്നെയും സാധനങ്ങൾ വാങ്ങുന്നു. മിനിമലിസം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, സാധനങ്ങൾ വാങ്ങുന്ന കുറയാണ് വേണ്ടത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ കർട്ടൻ മാറ്റി പുതിയ ലിനൻ കർട്ടൻ ഇടാൻ തോന്നും അല്ലേ? പുതിയ വാൾ പെയിൻറ്റിങ്സ് ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് വാൾ പെയിൻറ്റിങ്സ് വെക്കാൻ തോന്നും. ഇപ്പോൾ നമ്മളെ പണ്ടത്തെ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലട്ടറിന് പകരം ഇപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ പലതും ക്ലട്ടറാക്കി വെച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ മിനിമലിസം തന്നെ ഒരു മാർക്കറ്റ് ട്രെൻഡായിട്ട് മാറി. ആൻഡ് ബ്രാൻഡ്സ് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നു. കാരണം അവർക്ക് അവരുടെ സാധനങ്ങളെ ഇനി എങ്ങനെ വിളിക്കാം? മിനിമലിസ്റ്റിക് ഫർണിച്ചർ, മിനിമലിസ്റ്റിക് ഡെക്കർ, മിനിമലിസ്റ്റിക് വാർഡ്രോബ്, ഇങ്ങനെ പല പല പേരിൽ ഇവർക്ക് പല പല സാധനങ്ങൾ വിൽക്കാം. കാരണം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. ഇത്തരം വീഡിയോസ് ഇപ്പോൾ നമ്മൾ ഹോം ഡെക്കർ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മില്യൺസ് ഓഫ് വ്യൂസ് ആണ്. അപ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ പല ഇത്തരം വീഡിയോസിൽ കാണുന്നതാണ്, ഒരു റൂമിലൊക്കെ നല്ല കുറേ തലയണകൾ, കുഷ്യൻസൊക്കെ ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ അത്തരം ഒരു റൂമിൽ കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഈ തലയണയിൽ പലതും കുഷ്യൻസിൽ പലതും നിലത്തായിരിക്കും. അത് പിന്നെയും പിറ്റേ ദിവസം എടുത്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അതെങ്ങനെയാണ് മിനിമലിസം ആവുന്നത്? അതൊരു കുഷ്യൻ അറേഞ്ച്മെൻറ്റ് എന്ന് നമുക്ക് പറയുവാണെങ്കിൽ. അപ്പോൾ മിനിമലിസം വളരെ സിമ്പിളാണ്. ഒരു സാധനം നമുക്ക് വേണമോ, വേണ്ടാന്നുണ്ടെങ്കിൽ ആ സാധനം വീട്ടിലില്ല. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇന്ന് പല വീടുകളും ഒരു ഹോട്ടൽ പോലെയാണ് അല്ലേ?
അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഹോട്ടലും വീടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ഒരു ഹോട്ടലിൻ്റെ ബേസിക് പർപ്പസ് എന്താണ്? നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുകയാണ്, വീട്ടിൽ നിന്ന് മാറിയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അത് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ എസ്തെറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാർ അങ്ങനെ എസ്തെറ്റിക് ഉള്ള സ്ഥലത്തേ വരുള്ളൂ, വൃത്തിയും നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലത്തല്ലേ നമ്മൾ പോയി താമസിക്കുള്ളൂ. അപ്പോൾ അവർക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2 ദിവസം അവിടെ നമ്മൾ നിൽക്കുന്നില്ല, അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് 2 ദിവസം എൻജോയ് ചെയ്തിട്ട് വരാം. പക്ഷേ വീടൊരു ഹോട്ടലാണ്. വീട് എന്തിനാണ്? വീട് ജീവിക്കാൻ വേണ്ടിയാണ്. അവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്, അവിടെയാണ് നമ്മുടെ കുട്ടികൾ കളിക്കുന്നത്, അവിടെ നമ്മൾ പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് വീടുകൾ ഡിസൈൻ ചെയ്യുന്നതിനാണ് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി, ക്യാമറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ സ്പേസിന് വേണ്ടി. നമ്മുടെ കൾച്ചറും നമ്മുടെ ഫാമിലി ഇതൊക്കെ മുൻനിർത്തിയല്ലേ നമ്മുടെ വീടുകൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇതുകൊണ്ട് തന്നെ പല വീടുകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതൊക്കെ ഭയങ്കര ഭംഗിയുള്ള വീടുകളായിരിക്കും. പക്ഷേ ഇമോഷണലി റിച്ച് ആവണം എന്നില്ല. നമ്മൾ കേട്ടിട്ടില്ലേ, ആത്മാവില്ല. ഭംഗിയുണ്ട് പക്ഷെ ആത്മാവ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ വീഡിയോസിൽ കാണുന്ന പല വീടുകളും കണ്ട് ആ വീട്ടിൽ ഉള്ള ആൾക്കാരെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്, വീട് ഭംഗിയായാൽ സന്തോഷമാവും എന്നൊന്നും ഒരിക്കലും നമ്മൾ ധരിക്കരുത്. ഞാനിത് ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല. നല്ല വീടുകളിൽ സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ സാധാരണ വീട്ടിലും സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കും, നമ്മൾ ചിലപ്പോൾ പണ്ട് നിന്ന വീട് ഇതിനേക്കാളും ചെറിയ വീടായിരിക്കും, അവിടെ നമ്മൾ നല്ല സന്തോഷത്തോടെ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇപ്പോൾ വലിയ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാളും സന്തോഷം ചിലപ്പോൾ ആ ചെറിയ വീട്ടിലുണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഭംഗിയുള്ള വീടുകളിൽ ജീവിക്കുന്നവരൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, ആ തെറ്റിദ്ധാരണകളൊന്നും നമുക്ക് ഉണ്ടാവരുത്. ഇനി ഇന്നത്തെ കാലത്ത് വീട് കെട്ടുന്ന സമയത്ത് ട്രഡീഷൻസ് എല്ലാവരും മറന്നു പോവാണ്. ഓരോ നാട്ടിലും ഒരു വീട് കെട്ടുന്നത് ആ നാട്ടിൻ്റെ കാലാവസ്ഥക്കെല്ലാം അനുസരിച്ചാണ്. അതൊക്കെ പലരും മറക്കുന്നുണ്ട്. അപ്പോൾ ഈ മിനിമലിസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ കൾച്ചറൊന്നും നഷ്ടപ്പെടില്ല. മിനിമലിസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആക്ച്വലി കൾച്ചറിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഉണ്ടാവുകയും ചെയ്യും. ഇനി നമ്മൾ ഈ ഭംഗിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഹോമിൻ്റെ ഒരു സൈക്കോളജി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളെ ഹ്യൂമൻ ബ്രെയിനിന് സിമെട്രിയും ഓർഡറും ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബെഡ് കാണാൻ ഇഷ്ടമാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലിവിങ് റൂം കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളും ഇങ്ങനെ പല വീടുകളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ പറയും, ഇങ്ങനെ ഒരു വീടായി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ബെറ്റർ ആവും എന്നുള്ളൊരു തോന്നൽ ഓട്ടോമാറ്റിക്കലി വരും. ഇത് ബ്രാൻഡ്സിന് നന്നായിട്ട് അറിയാം, ഇത് ഇൻഫ്ലുവൻസേഴ്സിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരൊക്കെ കാണിക്കുന്നത് ഒരു ഐഡിയൽ ലൈഫ് ത്രൂ ഒബ്ജക്ട്സ് ആണ് അല്ലേ. വീടിൻ്റെ പല സാധനങ്ങൾ കാണിക്കുന്നു, അലങ്കാര വസ്തുക്കൾ കാണിക്കുന്നു. എൻ്റെ ജീവിതം വളരെ ഐഡിയൽ ആയിട്ടുള്ള ലൈഫാണ് ഞാൻ നയിക്കുന്നത്. പല ആൾക്കാരുടെയും കിച്ചൺ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു, എന്ത് നല്ല കിച്ചൺ, എന്ത് നല്ല ജീവിതം അല്ലേ, നല്ല കിച്ചൺ ഈക്വൽ ടു നല്ല ജീവിതം. പക്ഷേ ഒബ്ജക്റ്റിലല്ല ഹാപ്പിനെസ്. നമ്മൾ ഈ ഒരു കാര്യം, അതായത് സാധനങ്ങളിലൂടെ ഹാപ്പിനെസ് കിട്ടൂല എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞവർ ഭാഗ്യവാന്മാർ. പക്ഷേ എന്ന് വെച്ചാൽ സാധനങ്ങൾ വേണ്ടാന്നല്ല, ഇതെല്ലാം നമ്മളെ കംഫർട്ട് ആഡ് ചെയ്യും, പക്ഷെ അതൊന്നും അല്ല ഹാപ്പിനെസ്. ഇതൊക്കെ നമുക്ക് പ്ലഷർ തരും. ഓക്കെ, വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങൾ പുതിയത് വാങ്ങുന്നു, സന്തോഷം. കുറച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ പഴയതാകുമ്പോൾ നമ്മുടെ സന്തോഷം പോയി. അപ്പോൾ അതാണോ സന്തോഷം? അത് സന്തോഷമല്ല. സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ടാവണ്ടേ. അപ്പോൾ നമ്മളൊരു പഴയ വീട്ടിൽ സന്തോഷമില്ലാണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നാളെ വലിയൊരു വീട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മൾ അവിടെ ഇരുന്ന് ദുഃഖിക്കും. അപ്പോൾ നമ്മളെ സന്തോഷം സമാധാനം വരുന്നത് ഒരുപാട് സാധനങ്ങളിലൂടെ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ കുറഞ്ഞാലാണ് മനസ്സമാധാനം വരിക. നമ്മളുടെ ക്ലട്ടർ കുറയണം, നമ്മളുടെ ഡിസിഷൻസ് കുറയണം, നമ്മളുടെ മെയിൻ്റനൻസ് കുറയണം. ഇതൊക്കെ കുറഞ്ഞാൽ സമാധാനം കിട്ടും. ആൻഡ് ഹാപ്പിനെസ് യു ഹാവ് ടു ബിൽഡ് വിത്തിൻ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വരണം. ഇപ്പോൾ ആൾക്കാർ വലിയ വിലമതിക്കുന്ന കാര്യങ്ങൾ കാണിക്കും, അവരുടെ വീട്ടിലെ അലങ്കാര വസ്തുക്കൾ കാണിക്കും. എനിക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഈ വാൾ പെയിൻറ്റിങ്സ് ആണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം ഇപ്പോൾ വാൾ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്ത് വാളിൽ വെക്കുകയാണ്. വാട്ട് ഈസ് ദ മീനിങ്? ഇപ്പോൾ വലിയ പണക്കാരുടെ വീട്ടിലൊക്കെ വാൾ പെയിൻറ്റിങ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ടാവും. അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ്. അതറിയോ നിങ്ങൾക്ക്? പല ആൾക്കാരും കോടികളുടെയൊക്കെ പിക്ചേഴ്സ് വാങ്ങിയിട്ട് വെക്കും. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ഇരട്ടി വിലയിൽ അവർ വിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് FD, സ്റ്റോക്ക് മാർക്കറ്റ്, ഇതൊന്നും അല്ല. ഇൻവെസ്റ്റ്മെൻറ്റിന് പല ഫോംസ് ഉണ്ട്. അതിലൊന്ന് വാച്ചസ് നിങ്ങൾക്ക് അറിയുന്നുണ്ട്, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന്. കോടികൾ വില മതിക്കുന്ന വാച്ചസ് ഉണ്ട്. ഷൂസ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. യൂസ് ചെയ്ത ഷൂസ് അല്ല, ഷൂസ് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലിമിറ്റഡ് എഡിഷൻ ഷൂസൊക്കെ വാങ്ങി വെക്കും, അതൊക്കെ ഇരട്ടി പൈസക്ക് വിൽക്കാൻ പറ്റും. ഈ ലിക്കർ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെ പല ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് ആക്ച്വലി. ആൻഡ് പെയിൻറ്റിങ്സ് ഓൾസോ വൺ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അവരൊക്കെ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ വാങ്ങുന്നതായിരിക്കാം. അപ്പോൾ ചില ആൾക്കാരുടെ വീട്ടിൽ വാൾ പെയിൻറ്റിങ്സ് അവർ വരച്ച ചിത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കിട്ടിയ ചിത്രങ്ങളായിരിക്കും. ചുമരിൻ്റെ എംപ്റ്റിനെസ്സിൽ എന്താണ് നമുക്ക് ഭംഗി തോന്നാത്തത്? അതൊരു ചോദ്യമല്ലേ. അപ്പോൾ ഈ മിനിമലിസം എന്ന് പറഞ്ഞ് ആൾക്കാരെ ഇങ്ങനെ ട്യൂൺ ചെയ്ത് കൺസ്യൂമറിസത്തിലേക്കാണ് ഈ സോഷ്യൽ മീഡിയ കൊണ്ടുപോകുന്നത്.
ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയില്ല എന്ന് നമ്മളെ ഉള്ളിൽ സബ് കോൺഷ്യസ്ലി തോന്നിപ്പിക്കും. അതിനുവേണ്ടി പല ക്രിയേറ്റേഴ്സും അവരുടെ പ്ലെയിൻ ആയിട്ടുള്ള വോൾ ഭംഗിയാക്കുന്ന കുറേ വീഡിയോസൊക്കെ കാണിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തോന്നും എൻ്റെ വോളിനൊരു ഭംഗിയില്ല, ഞാനും കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് അവിടെ ഇവിടെയൊക്കെ വെക്കട്ടെ, അപ്പോൾ കുറച്ച് ഭംഗി തോന്നും. അങ്ങനെ നമ്മളും വാങ്ങും. പക്ഷേ ആ സാധനങ്ങൾ വെച്ച് എത്ര കാലം നമുക്ക് ആ സന്തോഷം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഹാപ്പിനെസ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? അതോ ഇത് കുറച്ച് നാളത്തെ പ്ലഷറാണോ, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്ലഷറിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണോ? ഈ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് വരാം. എങ്ങനെയാണ് നമ്മളപ്പോൾ റിയൽ മിനിമലിസം പ്രാക്ടീസ് ചെയ്യേണ്ടത്? അത് വളരെ സിമ്പിളാണ് ആക്ച്വലി. നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് ചിന്തിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഇതെനിക്ക് ശരിക്കും ആവശ്യമുണ്ടോ? അതായത് ഞാൻ റെഗുലർലി യൂസ് ചെയ്യുമോ? ഇതെൻ്റെ ലൈഫ് ഈസി ആക്കുമോ? ഇത് വീണ്ടും ഒരു ചാൻസ് എനിക്ക് ഈ ഒരു സാധനം വാങ്ങേണ്ടി വന്നാൽ ഞാൻ വാങ്ങുമോ? ഇതിൻ്റെ ഒക്കെ ആൻസർ നോ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സാധനത്തിൻ്റെ ആവശ്യമേ ഇല്ല. മിനിമലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഓൺ ചെയ്യാണ്ടിരിക്കുന്നതല്ല, നമ്മുടെ ആവശ്യങ്ങൾ കുറച്ചാക്കുന്നതാണ്. അതായത് അത് കുറക്കുക. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീട് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പേസ്, കിച്ചൺ സ്പേസോ ലിവിങ് സ്പേസോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്? ആ ഒരു സ്പേസ് ക്യാമറയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ വീട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യൂലേ? ഇല്ലേ? ആർക്കാണ് അവരവരുടെ വീട് മോശമായിട്ട് കാണിക്കാൻ ഇഷ്ടമുണ്ടാവുക? പക്ഷെ ആ ഗസ്റ്റ് പോയി കഴിഞ്ഞാൽ അതുപോലെയാണോ ആ വീട്? അല്ല. അതിലൊരു തെറ്റുമില്ല. വീട് വൃത്തിയാക്കി വെക്കരുത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർ വളരെ നന്നായി വീട് വൃത്തിയാക്കി വെക്കും. അവർക്ക് അതൊരു തെറാപ്പി ആയിരിക്കും. അത് അവർക്ക് ഒരു മനസ്സമാധാനം, സന്തോഷമൊക്കെ കിട്ടും. അല്ലെ, അവർക്ക് വീട് വൃത്തിയാക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എല്ലാവരും കുറച്ച്, അതായത് ജീവിക്കാൻ പറ്റുന്ന വൃത്തിയൊക്കെ വേണം. പക്ഷെ ഇങ്ങനെ ഭയങ്കര എല്ലാം അവിടെ ഇവിടെ കൃത്യം വെക്കുക, എല്ലാം അപ്പപ്പോൾ പോയി വൃത്തിയാക്കുക, എന്തെങ്കിലും ഒരു ഇത് കാണുമ്പോൾ, പൊടി കാണുമ്പോൾ അപ്പപ്പോൾ പോയി തൂക്കുക, അതൊക്കെ എന്താണ്, പേഴ്സണാലിറ്റി ഡിസോർഡറാണ് കുറച്ച് അധികമായി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. അപ്പോൾ നമ്മളെ വീട് ഡിസൈൻ ചെയ്യേണ്ടത് നമ്മളുടെ ലൈഫിന് വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്യേണ്ടത്. അതൊരു വൈറ്റ് വാൾ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറായാൽ മതി. അവിടെ എസ്തെറ്റിക്സ് പില്ലോസ് വേണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള പില്ലോസ് മതി. മിനിമലിസം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇനഫ്, അതാണ് മിനിമലിസം. മതി, എനിക്കിത് മതി. സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൽ ആ ഓതർ പറയുന്നൊരു കാര്യമുണ്ട്, മതി എന്ന് പറയാൻ അറിയാത്തവൻ എപ്പോഴും പാവപ്പെട്ടവനായിരിക്കും. അതായത് മതി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്തവൻ എപ്പോഴും പാവപ്പെട്ടവനായിരിക്കും. നമ്മൾക്ക് മതി എന്ന് പറയാൻ പറ്റണം. ഒരാൾ ഒരു സാധനം കാണിക്കുമ്പോൾ ഇത് വേണം, ഇതും വേണം. ഇൻഫ്ലുവൻസർ വേറൊരു വീഡിയോയിൽ വേറൊരു സാധനം കാണുമ്പോൾ ഇതും വേണം, അതും വേണം. നമുക്ക് ഇതൊക്കെ വാങ്ങാം. ഞാൻ പറഞ്ഞേ, ഇതൊന്നും വാങ്ങിയാൽ സന്തോഷം കിട്ടൂല എന്ന് മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് എത്രയും നേരത്തെ നമ്മൾ മനസ്സിലാക്കി അത്രയും ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് നമ്മൾ. ഇത് മനസ്സിലാക്കൂ. ഇപ്പോൾ അല്ലെങ്കിൽ നാളെ ഇതിങ്ങനെ വാങ്ങിക്കോട്ടെ ഒരു പോയിന്റ് നമ്മളിത് മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ. എല്ലാവരും ഒരു ജേണിയിലാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ആ ജേണിയിൽ പോകുമ്പോൾ പഠിക്കും, ഓരോ പോയിന്റ് ഓരോരാൾ ഓരോന്ന് പഠിക്കും. ഇപ്പം തന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. അതുകൊണ്ട് ഞാനും വാശി പിടിക്കുന്നില്ല നിങ്ങൾ ഇത് ഇപ്പം തന്നെ മനസ്സിലാക്കണം എന്നുള്ളത്. പക്ഷേ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, മതി എന്ന് നമ്മൾ അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് വളരെയധികം ലൈറ്റാവും. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, എനിക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. മിനിമലിസത്തിൻ്റെ അർത്ഥം നമ്മൾ ഇപ്പോൾ മറന്നു പോകുന്നു. അതിൻ്റെ അർത്ഥം ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മിനിമലിസത്തെ പറ്റിയും? അതുപോലെ ഈ ഹോം ഡെക്കേഴ്സ് വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത്? നിങ്ങൾക്ക് തോന്നാറുണ്ടോ അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും വളരെ ഹാപ്പിയായി ജീവിച്ചേനെ, ഇപ്പോൾ ഉള്ള വീടത്ര പോരാ, അതുകൊണ്ട് എനിക്കത്ര സന്തോഷമില്ല, ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കാറ്? ആലോചിച്ച് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.